കേരളത്തിലെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലോട്ടുള്ള നമ്മുടെ കേരളത്തിൽ വരുന്ന ഗവൺമെൻറ് സീറ്റ്, മാനേജ്മെൻറ്റ് സീറ്റ്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജ്, എല്ലാ കോളേജുകളിലോട്ടുള്ള നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു LBS ആപ്ലിക്കേഷൻ വഴി. ഇപ്പോൾ LBS ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് തീർന്നിട്ടുണ്ട്. ഇനി 17-ാം തീയതി വരെ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് ഇനി എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കറക്ഷൻ ഡേറ്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂളിൽ. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചായിരുന്നു ഏതാണ് നമ്മുടെ കോഴ്സ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ കോളേജ് സെലക്ഷൻ ഓപ്ഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളൊരു കണക്ക് പ്രകാരം, അതായത് LBS ആപ്ലിക്കേഷൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ പ്രകാരം അവർ നിശ്ചയിച്ചേക്കുന്നത് ജൂലൈ 15 മുതൽ ജൂലൈ 17-ാം തീയതി വരെയാണ് അവർ കോഴ്സ് സെലക്ഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ചുകൂടെ പ്രോസസ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ടില്ല, അത് 17-ാം തീയതിയെ ക്ലോസ് ആവത്തുള്ളൂ. അപ്പോൾ 17-ാം തീയതി കഴിഞ്ഞ് അതിനുശേഷം പിന്നെ നമ്മുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ സമയം തരുന്നുണ്ട്. കറക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മുടെ കോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കോളേജ് സെലക്ഷൻ സമയം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ LBSൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ LBSൻ്റെ സൈറ്റ് കയറി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് LBSൻ്റെ സൈറ്റിൽ ഇടയ്ക്ക് കയറണം എന്ന് പറയുന്നത്. കാരണം ചിലപ്പോൾ ഈ ടെൻറ്റേറ്റീവ് ഷെഡ്യൂളിൽ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും എല്ലാ പ്രോസസ്സും നടക്കുന്നത്. ചിലപ്പോൾ ടെൻറ്റേറ്റീവ് ഷെഡ്യൂളിനേക്കാളും കുറച്ച് മുമ്പോ അല്ലെങ്കിൽ കുറച്ച് പിൻപോ ആയിട്ടായിരിക്കാം ഈ പ്രോസസ്സൊക്കെ നടക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ LBS ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും കറക്റ്റായിട്ട് അവരുടെ ആപ്ലിക്കേഷൻ LBS സൈറ്റ് കയറ്റി ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കറക്ഷൻ ടൈം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം അതിൻ്റെ അതാത് സമയത്ത് തന്നെ ക്ലിയർ ആക്കി അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് LBSൻ്റെ സൈറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. കോഴ്സ് രജിസ്ട്രേഷൻ്റെ ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ജൂലൈ 15-ാം തീയതി മുതൽ ജൂലൈ 17-ാം തീയതി വരെയാണ്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോളേജ് അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് ഏതാണോ ഈ കോഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ നോക്കിയിട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആവുന്നത്. പിന്നെ അലോട്ട്മെന്റ് പ്രോസസ്സ് അങ്ങനെ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പിന്നെ ഒരു അലോട്ട്മെന്റ് നടന്നു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് സീറ്റ് കിട്ടിയിട്ടുള്ളവർക്ക് അവരുടെ അഡ്മിഷൻ പോയി ഫീസ് കൊടുത്തിട്ട് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ അതിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത അഡ്മിഷന് വേണ്ടി അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ അടുത്ത അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അവരുടെ ഓപ്ഷൻസിൽ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. അപ്പോൾ കോഴ്സ് അല്ലെങ്കിൽ കോളേജ് സെലക്ഷൻ ഓപ്ഷൻ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജ് വേണം, കോഴ്സ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ ഒരു ഏകദേശം ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഐഡിയ നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഓടിപ്പണയേണ്ട വരാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജ് വേണം അല്ലെങ്കിൽ ഏത് ജില്ല വേണം എന്നുള്ള പ്രിഫറൻസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരു കോളേജിൻ്റെ ലിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴേ റെഡിയാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ കൂടുതൽ ഏതെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. അവിടെ കുറേ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനും കൂടെ ചെക്ക് ചെയ്യാം.